നൗഷാദ് ജി, ഇവിടെ എന്താ ഇപ്പൊ നടക്കുന്നത്? ഇവിടെ സ്റ്റുഡൻസ് പോലീസിന് വേണ്ടിയിട്ടുള്ള ഈ CPR നൽകുമല്ലോ നമ്മള്. ഓക്കെ, അതിന്റെ പ്രകടനമല്ലേ? അതിന്റെ അപ്പൊ ആരാ CPR നൽകുന്ന ആളാരാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? കിംസിലെ ഡോക്ടറാണ്, കിംസ് കോട്ടയം ആശുപത്രിയിലെ ഡോക്ടറാണ്. അതെ അതെ. ഡോക്ടർ പേര് അജിത് പ്രതാപ്. ഞാനിപ്പോ ഇവിടെ കാഡറ്റ് സ്റ്റുഡൻസിന് CPR നെ കുറിച്ച് ആൾക്കാർക്ക് അറിയാമോ? ശരിക്കും CPR കുറിച്ച് നമുക്ക് ഇവിടെയുള്ള സാധാരണ അറിയാലോ. അവസാന ഊർത്തം വലിക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഇടിയാണ്. അതെ, സാധാരണ നമ്മൾ സ്കൂൾ ലെവലിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ സംബന്ധമായി നമ്മൾ നോർമൽ ആയിട്ടുള്ള പബ്ലിക്കിന് ഇപ്പൊ അവയർനെസ് കൊടുത്തു തുടങ്ങി. ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, പിന്നെ KSRTC അങ്ങനെയുള്ള ക്ലാസ്സുകളെടുത്ത് ബോധവൽക്കരണം. ഡോക്ടർ, ഞാൻ പറയുന്നത് ഡോക്ടർ ഇതൊന്ന് കാണിച്ചാലുള്ള ഒരു ഗുണം എന്താ അറിയോ? ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കും. അപ്പൊ അവർക്കും അതൊരു ആവശ്യമാണ്. ഇവിടെ ഇത്രയും പേര് ഒന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് അങ്ങനെ മണ്ഡലല്ലേ? ഓക്കെ, നൗഷാദ്ജിയെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. MLA എന്നുള്ള കുഴപ്പമൊന്നുമില്ല. സന്തോഷമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നിങ്ങളുടെ MLA ആണ്. ഓക്കെ, നമ്മള് പൊതുവെ കാണുന്നതാണ്, വായിക്കുന്നതുമാണ്, പത്രങ്ങളിലെല്ലാം കാണുന്നത്. കുഴഞ്ഞു വീണ് മരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വിറ്റ്നസ് ആയിരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മുടെ സേഫ്റ്റി നോക്കുക. ചിലപ്പോൾ റോഡിന്റെ മധ്യത്തായിരിക്കാം, ചിലപ്പോൾ ഷോക്ക് അടിച്ച് കിടക്കുകയായിരിക്കാം. ആ സമയത്ത് നമ്മൾ നമ്മളെ സേഫ്റ്റി നോക്കിയിട്ട് വേണം പേഷ്യന്റ് നോക്കുക. ആ സമയത്ത് ആദ്യം നമ്മൾ ഒരു പേഷ്യന്റ് കിടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. പേഷ്യന്റ് റെസ്പോൺസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ബോധമില്ലാതെ കിടക്കുകയായിരിക്കും. നമ്മൾ ആ പേഷ്യന്റ് ബോധം ഉണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം നല്ലോണം ടാപ്പ് ചെയ്യാം. പേഷ്യന്റിനെ വിളിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കാം. അറിയാം? ഓക്കെ. എന്നിട്ട് പേഷ്യന്റ് റെസ്പോൺസ് ഇല്ലെങ്കിൽ വേറെ 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് പൾസ് ഉണ്ടോ, പേഷ്യന്റ് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളത്. ശ്വാസം എടുക്കുന്നുണ്ടോന്ന് അറിയുന്നത് നമ്മൾ നല്ല നോക്കുക, ചെസ്റ്റ് മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. പൾസ് നോക്കേണ്ടത് നമ്മൾ സെന്ററിൽ, ഈ പാർട്ടിലായിട്ട് സെന്ററും ഇവിടുത്തെ മസിലിനും ഇടയ്ക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുക. പൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ട, ജീവൻ നിലനിർത്തേണ്ട ഒരു സംഭവമാണ് CPR എന്ന് പറഞ്ഞൊരു സംഭവം. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ നമ്മൾ പമ്പ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രക്രിയ. അതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർട്ട് നിൽക്കുമ്പോഴത്തേക്കായിരിക്കാം ബ്രെയിനിൽ ബ്ലഡ് സപ്ലൈ കിട്ടാതെ വന്നിട്ട് പേഷ്യന്റ് കുഴഞ്ഞു വീഴുന്നത്. അപ്പം നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് ബ്ലഡ് സപ്ലൈ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ CPR ചെയ്യുന്നത്. CPR ചെയ്യുന്നത് നമ്മൾ സെൻറ്റർ ഭാഗത്ത്, അതായത് നമ്മൾ ഈ വാരിയലിന് തുടങ്ങുന്ന ഇത് നടുഭാഗത്ത് വേണം കൊടുക്കേണ്ടത്. അതിൽ നിന്ന് ഒരു 2 ഫിംഗർ ബ്രെത്ത് എബവ് ഇത് വെച്ചിട്ട് നമ്മൾ കൈവെള്ളയുടെ ഫിസ്റ്റ് വയ്ക്കുക. അത് ലോക്ക് ചെയ്ത് പിടിക്കുക. നമ്മൾ ലെവൽ നോക്കേണ്ടത്, നമ്മൾ കറക്റ്റ് ഷോൾഡർ ഈ പേഷ്യൻ്റ് ലെവലിൽ കറക്റ്റ് ഇതിൽ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് 30 വട്ടം കംപ്രഷൻ കൊടുക്കുക. അത് ഒരു താളത്തിന് 1, 2, 3, 4, 5, 100 തൊട്ട് 120 കംപ്രഷൻസ് വരെ 1 മിനിറ്റിൽ കൊടുക്കണം. അതെങ്ങനെ കൊടുക്കുന്നത്? അത് ചെയ്യുന്ന 30, 1, 2, 3, 4, 5, 6, 25, 26, 27, 28, 29, 30 കംപ്രഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ശ്വാസം കൂടി കൊടുക്കണം. കാരണം ഓക്സിജൻ കൂടി കിട്ടണം. ആ ഓക്സിജൻ എങ്ങനെ കൊടുക്കാം? പേഷ്യന്റിന് വാ വഴി നമ്മൾ തന്നെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരാം. അത് ചിലപ്പോൾ ഛർദിൽ കാണാം, ചിലപ്പോൾ ബ്ലഡ് കാണാം. അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ഒരു തുണിയോ എന്തെങ്കിലും കർച്ചീഫ് കണക്കെന്തെങ്കിലും ലേസ് വെച്ചിട്ട്, ഇത് പബ്ലിക്കിലുള്ള കാര്യം പറയാം. അപ്പം നമ്മൾ ശ്വാസം കൊടുക്കണം. 2 ശ്വാസം കൊടുക്കുക. 1 എടുത്തിട്ട് പിന്നെ നല്ലോണം ബ്രീത്ത് എടുത്തിട്ട് വീണ്ടും 1 കൂടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. 2 മിനിറ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും പൾസ് വയ്ക്കുക. പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം കൊണ്ട് ആംബുലൻസ് വരികയോ ഹെൽപ്പ് വരുമ്പോഴത്തേക്ക് പേഷ്യന്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതല്ലെങ്കിൽ അവിടെ തന്നെ പേഷ്യന്റിന് നമ്മൾ പൾസ് വരുന്നത് വരെ CPR കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. അതെ, കോട്ടയം കിംസിലെ എമർജൻസി. കുട്ടികളെ കാണിക്കുന്നുണ്ടോ? ഇത് അതെ, കാണിച്ച് ബോധവാന്മാരാക്കുക. സന്തോഷം. പ്രേക്ഷകരെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇനിയും കാണും. കിംസിലോട്ട് വരാം. രോഗിയായിട്ടല്ല. അപ്പൊ MLA കാണാം. MLA ഓക്കെ, താങ്കൾ തിരക്കിലായിരിക്കുമല്ലോ. സൂപ്പർ ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല 24 കൂടെ വന്ന് ഇത് അലക്കി പൊളിച്ചിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മൾ അത്രയും കൂടുതൽ മണിക്കൂർ ഇതിനായിട്ട് മാറ്റി. അത്രയും മണിക്കൂറൊന്നും സാധാരണ കലോത്സവം, കാര്യം വൈകിട്ട് ഇന്നലെയും മെനഞ്ഞാതും അതിന്റെ തലേന്ന് മാറ്റി വെക്കത്തില്ലല്ലോ. അല്ല, അത് എന്റെ ഒരു താല്പര്യം കൂടെ ഉണ്ട്. ഓക്കെ, എല്ലാ അർത്ഥത്തിലും. ഓക്കെ, താങ്ക് യു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.